അവസാന സമയത്ത് റസൂലുള്ളാഹി ശക്തമായി പറഞ്ഞ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറ. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഫാത്തിമ ബീവി പറയുകയാണ് വാക്കർ ബാബത്താ, എന്റെ ഉപ്പക്ക് എന്തൊരു വേദനയാണ്, എന്റെ ഉപ്പക്ക് എന്തൊരു വേദനയാണ്. റസൂലുള്ളാഹി വിളിച്ചടുത്തേക്ക് ഇരുത്തി. ആ സമയത്ത് പോലും റസൂലുള്ളാഹി പറഞ്ഞു ലൈസ ലി അബീകി കർബൻ ബഅദൽ യൗം. മോളെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ, ഈ സമയം കഴിഞ്ഞാൽ ഇനി ഉപ്പക്കൊരു വേദനയുമില്ല മോളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ വെള്ളമെടുത്ത് തടകിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി എന്തൊരു പ്രയാസമാണ് നബിക്ക്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ആകാശത്തിലേക്ക് ഉയരുകയാണ്. അർശിന്റെ ഉടമസ്ഥന്റെ ഭാഗത്തേക്ക് കൈ ഉയരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു ഫിർറഫീഖിൽ അഅ്ലാ, ഫിർറഫീഖിൽ അഅ്ലാ, ഫിർറഫീഖിൽ അഅ്ലാ. ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു. ആയിഷ ബീവി പറയാണ് കൈ പിന്നെ താഴേക്ക് വീണുപോയി. പിന്നെ റസൂലുള്ളാഹി പിണ്ടിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൈ ഉയർന്ന സ്ഥലത്തേക്ക് അവിടുത്തെ കണ്ണതാ തുറന്നിരിക്കുന്നു. ആകാശത്തേക്ക് തന്റെ ഏറ്റവും പ്രശുദ്ധമായ സക്കിയായ ആ റൂഹ് പോയത് റസൂലുള്ളാഹി നോക്കി നിൽക്കുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. എത്ര പ്രയാസം, എത്ര വിഷമം ഈ ഉമ്മത്ത് അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം അതല്ലേ സഹോദരന്മാരെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ സന്ദർഭങ്ങൾ നടന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ പ്രയാസങ്ങളൊക്കെ നടന്നത് ഈ റബീഉൽ അവ്വലിലാണ്. എങ്ങനെ ദഫടിക്കാൻ കഴിയുന്നു നിനക്ക്? എങ്ങനെ പാട്ടുപാടാൻ കഴിയുന്നു നിനക്ക്? എങ്ങനെ നിനക്ക് പായസം ഉണ്ടാക്കി കുടിക്കാൻ കഴിയുന്നു? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയും വിഷമവും പനിയും പ്രയാസവുമായി ഈ ദുനിയാവിൽ വേദനയോട് മല്ലടിച്ച ഈ ദിനരാത്രങ്ങളിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്ന മുസ്ലിമേ? നിനക്ക് ഹൃദയമില്ലേ? നിനക്ക് ലോലമായൊരു ഹൃദയമില്ലേ? അതോ കരിങ്കല്ലായി പോയോ നിന്റെ ഹൃദയം? ഈ സന്ദർഭത്തിൽ ചോദിച്ചു പോവുകയാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി വഫാത്തായി, ആരും അവിടെ ഇല്ല, ആകെ പെണ്ണുങ്ങൾ മാത്രം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വിവരം അറിയുന്നു. എല്ലാവരും ഓടുകയാണ്. മദീനയിൽ നിന്ന് അങ്ങ് ഉയർന്ന് മദീനയുടെ മുകളിൽ നിന്നിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കുതിരയെ ഓടിക്കുന്നു. പറന്നു വരികയാണ് പ്രവാചകന്റെ വീട്ടിലേക്ക്. റസൂലുള്ളാഹിനെ കിടത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു നീണ്ട തുണിയിട്ട് മൂടിയിരിക്കുന്നു റസൂലുള്ളാഹിനെ. സഹാബത്ത് അപ്പോൾ വല്ലാത്ത ഭയത്തിലായി. കാരണം റസൂലുള്ളാഹി വഫാത്തായിരിക്കുന്നു എന്ന് കേൾക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ, ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഇഷ്ടപ്പെടാത്ത സഹാബത്ത്, ഒരു മുള്ളു പോലും റസൂലുള്ളാഹിന്റെ ദേഹത്ത് കൊള്ളരുതെന്ന് ആഗ്രഹിക്കുന്ന സഹാബത്തിന് എങ്ങനെ കഴിയും റസൂലുള്ളാഹി മരിച്ചു എന്ന് പറയാൻ? എങ്ങനെ കഴിയും റസൂലുള്ളാഹി വഫാത്തായി എന്ന് വിശ്വസിക്കാൻ? കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ മദീനയിൽ വലിയ ശക്തമായ ഒരു പ്രശ്നം നടക്കുന്നു. എന്താണത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമചിത്തത നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഇല്ല ഇല്ല, എന്റെ ഹബീബ് മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ അവനെ, കൊന്നുകളയും ഞാൻ അവനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അങ്ങനെ വാളും പിടിച്ചുകൊണ്ട് ഇരിക്കുന്നില്ല, അദ്ദേഹം വാളും പിടിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിന്റെ അകത്തേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ മുഖത്തുനിന്ന് ആ മറച്ചിരിക്കുന്ന തുണിയെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മൂർധാവിൽ അങ്ങ് അമർത്തി ചുംബിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിബ്ത ഹയ്യൻ, തിബ്ത ഹയ്യൻ വമൈതൻ യാ റസൂലല്ലാഹ്. ജീവിച്ചിരുന്നപ്പോൾ എന്തൊരു സുഗന്ധമാണ് നബിയെ, അങ്ങ് മരിച്ചപ്പോഴും എന്തൊരു സുഗന്ധമാണ് നബിയെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് കാണാം. എന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി നിൽക്കുന്നു. മഹാനായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ചു നിൽക്കുന്നു. ഓ ഉമർ, അടങ്ങൂ, റസൂലുള്ളാഹി വഫാത്തായി പോയി, റസൂലുള്ളാഹി നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നീ മരിക്കുന്നവനാണ്, അവരും മരിച്ചു പോകുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുൽ അഫഇൻ മാത ഔ ഖുതില انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا
വസയജ്സില്ലാഹു ശാകിരീൻ. റസൂലുള്ളാഹി പഠിപ്പിച്ച ആയത്ത് ഓതി കൽപ്പിച്ചു കൊടുക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. ഓ ഉമർ, താങ്കൾ അറിയണം, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനാണ്. അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം. മരണപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം. ആ സമയത്തേക്ക് നിങ്ങൾ മതം ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ് റളിയല്ലാഹു അൻഹു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാൻ, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിച്ചതെങ്കിൽ, അവരുടെ ഇലാഹ് മുഹമ്മദ് നബിയാണെങ്കിൽ ആ മുഹമ്മദ് നബി മരിച്ചുപോയി. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. അവിടെ അങ്ങ് ഇരുന്നു പോയി. റസൂലുള്ളാഹി വഫാത്തായി എന്ന സത്യം അങ്ങ് ബോധ്യപ്പെട്ടപ്പോ ഇരുന്നു പോയി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, അവലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി. റസൂലുള്ളാഹി മരണപ്പെട്ട ദിവസമെത്തിയപ്പോൾ അദ്ലബലഹു കുല്ല ശൈഇൻ, മദീനയിലെ മുഴുവൻ വസ്തുക്കളും അന്ധകാരത്തിലായി പോയി, ശോകമൂകമായ അന്തരീക്ഷമായി പോയി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണ്, ഞങ്ങൾ പ്രവാചകന്റെ ഖബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് വെറുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ ഖബറടക്കിയ സ്ഥലത്ത് ആ ഖബറിൽ പ്രവാചകന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വെറുത്തിരുന്നു, വിഷമിച്ചിരുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ വഫാത്ത് എടുത്തു നോക്കുമ്പോഴും അന്ന് തന്നെയാണ്. സമയത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. നബിതങ്ങൾ ലോകത്തേക്ക് വന്നപ്പോൾ സുബിയോരെടുത്ത സമയം, നബിതങ്ങൾ വഫാത്തായത് ലുഹാ സമയം, റബീഉൽ അവ്വൽ 12 തന്നെയാണ്. അപ്പോൾ ലുഹാന്റെ സമയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നബിദിന റാലി ഇങ്ങനെ നടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ പറയും, നിങ്ങൾ റാലിയൊക്കെ നടത്തി ദഫൊക്കെ മുട്ടി ഇങ്ങനെ ഭയങ്കര സംഭവമാക്കി കൊണ്ടുനടക്കുമ്പം ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു സമയമാണ് ഹബീബിൻ്റെ. ആ സമയത്താണ് നിങ്ങൾ ഈ ആരവങ്ങളും സന്തോഷങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ദുഃഖിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ്ട് ന്യായങ്ങൾ നിരത്താറുണ്ട്. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ചില ആളുകൾക്ക് ശരിയാണല്ലോ ആ പറഞ്ഞതെന്ന് തോന്നിപ്പോകാൻ ഈനാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു ഈനാസും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ വക അവിടെ ഒന്നും പറയാൻ ഞാൻ മതി, നമ്മളെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ കുറു പറഞ്ഞ് ചിന്തിക്കുക. അപ്പോൾ ഇമാമിങ്ങൾ ഇവിടെ എഴുതിച്ചൊന്നും ഒന്നുമല്ലേ, അവർക്കൊന്നും ഒരു സ്ഥാനമില്ല അവിടെ. ഇപ്പോൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ആ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാവീലുൽ ഫത്താവ എന്ന് പറയുന്ന കിതാബിൽ അതിന് വ്യക്തമായിക്കൊണ്ട് അക്കമിട്ടുകൊണ്ട് മറുപടിയാണ് പറയുന്നത്. എന്താണ് ഇപ്പോൾ ചെയ്യണത്, എന്താ പ്രവർത്തനം, നമ്മൾ ചെയ്യുന്നതാണ് ശരി, നമ്മളതേ ചെയ്യുന്നുള്ളൂ. നമുക്ക് റസൂലുള്ളാഹിന്റെ വഫാത്തിൽ ദുഃഖമില്ല എന്നില്ലെന്നോ അവർ പറയല്ലേ, നമ്മൾ ദുഃഖിക്കുന്നില്ല എന്ന് അവർ പറയും. നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്, നമ്മൾ ആ ദുഃഖത്തിൻ്റെ ദിവസം പിന്നെ എന്താ ചെയ്യുന്നത്, അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞത്. ഈ കിതാബിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 226-ാമത്തെ പേജ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും കാണാൻ കഴിയും. എന്താണ് ആ പറഞ്ഞത്. നമ്മളെ വക പറയണ്ട, ഒരാളെ വേഗം വക പറയണ്ട, ഇമാമിങ്ങൾ പറഞ്ഞോട്ടെ. ഇമാം സുയൂത്തി തങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അന്ന വിലാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമുൻ നിഅമി അലൈന. നമ്മുടെ മേൽ റസൂലുള്ളാഹിന്റെ വരവ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അതിമഹത്തായ ഒന്നാണ്. റസൂലുള്ളാഹി ഈ ലോകത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വണ്ണമായ നിഅമത്ത് തന്നെയാണ്. എന്നാൽ വഫാത്തുഹു, റസൂലുള്ളാഹിന്റെ വഫാത്തോ അഅ്ളമുൽ മസാഇബി ലനാ, നമുക്ക് വല്ലാത്തൊരു മുസീബത്ത് തന്നെയാണ്. റസൂലുള്ള ഇവിടുന്ന് പോയല്ലോ, റസൂലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് കാണാമായിരുന്നു, എന്തെല്ലാം പറ്റിയിരുന്നു. അവിടെ റസൂലുള്ള പോയി എന്നുമ്പോൾ നമുക്ക് ഏറ്റവും മുസീബത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ വരവ് നമുക്ക് ഏറ്റവും വലിയ നിഅമത്താണ്, റസൂലുള്ളാഹിന്റെ പോക്ക് നമുക്ക് വല്ലാത്തൊരു അടി തന്നെയാണ് എന്ന് രണ്ടും ആര് സുയൂത്തിമാൻ പറഞ്ഞിട്ട് പറയാണ്. ശരീഅത്തു, എന്നാൽ ശരീഅത്തിനൊക്കെ ഒരു നിയമമുണ്ട്. ഇവിടെ നമ്മളാരും പറഞ്ഞിടക്ക് ഇങ്ങനെ കൊണ്ടിടക്കൊന്നും വേണ്ട. ശരീഅത്തു, ഇവിടെ ശരീഅത്ത് ഹസ്സത്ത്, ആ ശരീഅത്ത് പ്രേരിപ്പിക്കുന്നത് അല ഇൽഹാരി ശുക്രി നിഅമി, ഈ നിഅമത്തുകൾക്ക് ശുക്ർ പ്രകടമാക്കാനാണ് എപ്പോഴും ശരീഅത്ത് നമ്മോട് പറയുള്ളൂ. എപ്പോഴും സന്തോഷിക്കാനാണല്ലോ പറയണത്. ദുഃഖം എടുത്ത് നോക്കി ഒരു പരിധിയുണ്ട്, ഏടെ നോക്കിയാലും ഇത് സന്തോഷിക്കാനേ പറയുള്ളൂ. ഇപ്പോൾ പെരുന്നാൾ ആഘോഷം, ഏത് ദുഃഖമാണ് അള്ളാഹു തആല കൊണ്ടാടാൻ പറഞ്ഞ്? അങ്ങനെ ഉണ്ടോ? ഇസ്ലാമിലൊരു ദുഃഖം കൊണ്ടാടലുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഈ പറയുന്ന ഫുഖാ അങ്ങനെ അധികാരിയായിട്ട് പറഞ്ഞു. നമുക്ക് 2 പെരുന്നാൾ തന്നെ ഉണ്ട് ഇവിടെ, 2 പെരുന്നാൾ ആഘോഷം. ആഘോഷത്തിനൊക്കെ ബൗണ്ടറി ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ആഘോഷിക്കാൻ 2 ദിവസം അള്ളാഹു തആല തന്നു, ദുഃഖിക്കാൻ 2 ദിവസം തന്നു. നിങ്ങൾ ദുഃഖിച്ചിരിക്കണം എന്ന് പറഞ്ഞാണ്ട് എവിടെ?
ഒരാൾ മരിച്ചാൽ തന്നെ ദുഃഖിക്കുന്നതിന് പരിധിയുണ്ട്. 3 ദിവസത്തിലേറെ ഇരിക്കാൻ പറ്റൂല. താഴ്ചത്തെ 3 ദിവസം അതിലേറെ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ദുഃഖത്തിനേക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് അലാ ഇൽഹാരി ശുക്രി നിഅമി, ആ നിഅമത്ത് ഇങ്ങനെ പ്രകടമാക്കി അതിങ്ങനെ സന്തോഷിക്കുക, അതിങ്ങനെ അതിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഇവിടെ റസൂലുള്ളാഹിന്റെ ഒരു വിയോഗം അതൊരു ദുഃഖം തന്നെയല്ലേ? അത് നമ്മൾ മറക്കുന്നുണ്ടോ? ഇല്ല. വസ്സബിരി വസ്സുക്കൂനി വൽകത്തിമി ഇൻദൽ മസാഇബ്. കണ്ടോ, നമുക്ക് ഏറ്റവും വല്ലാത്തൊരു പറയുന്ന മുസീബത്ത്, അതിൽ നമ്മൾ ക്ഷമിച്ചു നിൽക്കുകയാണ്, അത് നമ്മൾ ഉള്ളിൽ ഒതുക്കുകയാണ്. നമ്മൾ ഉള്ളിൽ ദുഃഖം ഉള്ളിൽ ഒതുക്കിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുക. എന്താണ് ഉള്ളിൽ നമുക്ക് ദുഃഖമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പോകുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ദുഃഖം പ്രകടാക്കാൻ നമുക്ക് അനുമതി അല്ലാഹു തആല തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ഉള്ളിൽ നമുക്ക് ഒതുക്കിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കട്ടെ. വഖദ് അമറ ശറഉ, ഈ ഇഷാറ നമ്മോട് കൽപ്പിക്കുന്ന എന്താണ്? ബിൽ അക്കീക്കത്തി ഇന്ദൽ വിലാദത്തി. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് അക്കീക്കത്ത് ഇറക്കാൻ വേണ്ടി ഇസ്ലാം കൽപ്പിച്ചില്ലേ? ഇസ്ലാമിൽ അങ്ങനെ കൽപ്പന ഉണ്ടല്ലോ. വഹിയ ഇൽഹാറു ശുക്ർ, ആ ഒരു ശുക്ർ പ്രകടാക്കലല്ലേ. നമുക്കൊരു കുട്ടിയെ കിട്ടിയപ്പം ആ ശുക്ർ പ്രകടാക്കലാണ് ഈ പറയുന്ന ഈ അക്കീക്കത്ത് ഇറത്ത് കൊടുക്കൽ. മനസ്സിലായില്ലേ? മാത്രമല്ല ഫറഹും ബിൽ മൗലൂദ്, ആ കുട്ടി നമുക്ക് ഉണ്ടായി എന്നുള്ള ഒരു സംഗതിയിൽ സന്തോഷിക്കലുമാണ്. വലം യുഅ്മുർ, ഇവിടെ കൽപ്പന വന്നിട്ടില്ലല്ലോ. ഇന്ദൽ മൗത്തി ബി ദബിഹിൻ വലാ ബി ഗൈരിഹി. ഒരാൾ മരിച്ചു കഴിഞ്ഞ ഒരു അറിവുണ്ടോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു അക്കീക്കത്ത് ഇറക്കുമ്പോൾ ഒരു മൃഗത്തിന് ഇറക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു, മയ്യത്തിന് കൂലിട്ടാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഈ പറയുന്ന ഒരു അറിവ് നടത്തിയിട്ട് പ്രത്യേകമായിക്കൊണ്ട് ഒരു അക്കീക്കത്ത് പോലെ ഒരു അക്കീക്കത്തോ അല്ലെങ്കിൽ ഉദിയത്ത് പോലെ സംഗതിയോ അങ്ങനെ അറിവ് മൃഗത്തിന് ഇറക്കാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. മരണത്തിൻ്റെ പേരിൽ ജനിച്ചതിൻ്റെ പേരിൽ എന്തായി സന്തോഷം വേണ്ടി പറഞ്ഞപ്പം അറിവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല ബൽ നഹാ അനി നിയാഹത്തി വ ഇൽഹാരിൽ ജസഇ, ഇവിടെയുണ്ടല്ലോ മാറത്തടിച്ചുകൊണ്ട് കരയുക, പറിച്ച് ചീന്തുക, അങ്ങനെ തുടങ്ങിയിട്ട് മുടിയൊക്കെ ആകേണ്ട ഈ രൂപത്തിലാക്കുക, അതുപോലെ തന്നെ ദുഃഖം ഇങ്ങനെ പ്രകടിപ്പിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കൊണ്ടടക്കുക, ഇതൊക്കെ ഇസ്ലാം വിരോധിച്ചൊക്കെയാണ്. അതും മരിച്ചാൽ തന്നെ 3 ദിവസമേ പറ്റുള്ളൂ. ആ 3 ദിവസം തന്നെ പരിധിയുണ്ട്. ഈ പറയുന്ന അട്ടഹാസും അതുപോലെ തന്നെ ശബ്ദകോലാഹം ഒന്നും പറ്റൂല. കരയാം, കണ്ണീരൊൽപ്പിക്കാം, കണ്ണീര് വരാം, പക്ഷെ ശബ്ദം പറ്റൂല. ചെറിയ രൂപത്തിലാണെങ്കിൽ പിന്നെ വിരോധമില്ലാന്ന് തൊഫയൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്താണ് ശബ്ദം വേണ്ട എന്നുള്ളടത്തുക്കാൻ അത്രത്തോളം ദുഃഖത്തെ ഒതുക്കാൻ വേണ്ടി പറഞ്ഞു. ഫദല്ലത്ത് ഖവാഇദു ശരീഅത്ത്, അപ്പൊ ശരീഅത്തിന്റെ നിയമങ്ങളെ കൂടെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ശരീഅത്തിന്റെ നിയമമൊക്കെ അറിയിച്ചിട്ടുണ്ട്. മറ്റോലിപ്പോൾ എന്തിങ്ങനെ പറഞ്ഞു നടക്കണ്ടേ? നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ ഇതൊന്നും നോക്കൂലല്ലേ. അല അന്നഹു യഹ്സുനു ഫി ഹാദ ശഹരി ഇൽഹാറൽ ഫറഹി ബിവിലാദത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മൗലിദ് ജന്മദിനം അത് സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ള ശരീഅത്തിന്റെ നിയമം കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ദൂന ഇൽഹാറൽ ഹുസ്നി ഫീഹി, ആ ദിവസത്തിൽ ബി വഫാത്തിഹി, റസൂലുള്ളാഹിന്റെ വഫാത്ത് അവിടെ നടന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ദിവസത്തിൽ പ്രത്യേകമായി ദുഃഖം കൊടുത്തുകൊണ്ട് ദുഃഖം പ്രകടാക്കൽ ഇല്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല. സന്തോഷം പ്രകടാക്കാൻ വേണ്ടി പറഞ്ഞു. സന്തോഷം പ്രകടമാക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് ദുഃഖം ഇല്ല എന്നൊരാൾക്കും അവകാശപ്പെടാൻ പാടില്ല, അങ്ങനെ ഒരു പറയാനും പാടില്ല. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റസൂലുള്ളാഹി എന്ന് കേൾക്കുമ്പോൾ നമ്മളാണ് കൂടുതൽ ദുഃഖിക്കുന്ന റസൂലുള്ളാഹി പോയത്, അവരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ചെയ്യേണ്ട പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയണം വഖദ് കാല ഇബ്നു റജബ്, ഇബ്നു റജബ് റളിയല്ലാഹു പറഞ്ഞല്ലോ ഫി കിതാബിൽ ലതായിഫ്, ഈ കിതാബിൽ ലതായിഫ് ഇബ്നു ലതായിഫിൽ ഇതാണ് പറയുന്നത് ലതായിഫുൽ മഅരിഫ. ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു ഈ പറയുന്ന അടുത്ത ലതായിഫുൽ മഅരിഫ എന്ന കിതാബ്, ആ കിതാബിലൊക്കെ ഉണ്ടല്ലോ ഇതാണ് ലതായിഫ് ഫി ദമ്മിർ റാഫിളത്തി. കണ്ടോ, റാഫിളാക്കളെ എതിർത്തുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഹൈസു ഇത്തഖദു യൗമ ആശുറ, ആശുറൻ്റെ അന്ന് അവർ ആ ദിവസത്തെ കൊണ്ട് മുഹറം 10-ൻ്റെ അന്നേ ഷിയാക്കളെ കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ? അവർ കാട്ടിക്കൂട്ടുന്നുണ്ട് മഅ്തമല്ലി അജലി ഖത്ലിൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹുവിനെ കർബലയിലിട്ട് വധിച്ചതിൻ്റെ പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന ദുഃഖങ്ങൾ എന്തൊക്കെ? ലം യുഅ്മുറുല്ലാഹ്, അള്ളാഹ് അങ്ങനെ കൽപ്പിച്ചിട്ടില്ലല്ലോ. വലാ റസൂലുഹു, റസൂലും കൽപ്പിച്ചിട്ടില്ലല്ലോ. അത് വരും പറയണ്ടല്ലോ. ഇന്നെന്താ പോലെ ഈ ദുഃഖം കൊണ്ടെടുക്കാത്തുന്ന അന്ന് ദുഃഖിച്ചൂടെ? ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടത് ആ ദിവസമായിരുന്നു. റസൂലുള്ളാഹി പേരക്കുട്ടിന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയ ദിവസം? ഇന്ന് അതിൻ്റെ പേരിൽ അങ്ങനെ ദുഃഖം കൽപ്പിച്ചിട്ടുണ്ടോ? ആ ഇവരും പറയണ്ടല്ലോ അന്ന് ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളത്. എന്താ ഇവിടെ മാത്രം അവർക്ക് ലക്ഷ്യം വേറെ എന്തോ ഉണ്ട് മനസ്സിലാകുന്നുണ്ട്. അല്ല അതല്ലേ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇവിടേക്ക് എന്താ അവരിങ്ങനെ, അവിടേക്ക് എന്താ അങ്ങനെ മനസ്സിലാകുന്നില്ല. അല്ലാഹു അലം. അപ്പൊ ആയതുകൊണ്ട് അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല, വല റസൂലും കൽപ്പിച്ചിട്ടില്ല. അള്ളാഹ് റസൂലും കൽപ്പിക്കാത്തതിനെ എന്തിനാ നമ്മൾ കൊണ്ടെടുക്കേണ്ട ആവശ്യം? ബിത്തിഖാദി അയ്യാമി മസാഇബിൽ അംബിയാഇ വ മൗതിഹിം മൗതമ, ഈ അമ്പിയാക്കന്മാരുടെ മരണാകട്ടെ അവരുടെ അനന്തരക്കാരുടെ മരണാകട്ടെ ആരുടെ മരണാകാലും ഈ ആയിലെ പ്രത്യേകമായി കൊണ്ട് മുസീബത്ത് കണക്കാക്കിയിട്ട് അന്നേരം ആചരിക്കുക, അന്നേരം ദുഃഖം പ്രകടിപ്പിക്കുക, അന്ന് പല രൂപത്തിലും കാട്ടിക്കൂട്ടിയതൊന്നും അള്ളാഹ് റസൂലും കൽപ്പിച്ചതല്ല. അതെന്തോ അല്ലാഹു അലം.
അപ്പം ആയതുകൊണ്ട് തന്നെ ആകെ തുക പറഞ്ഞാൽ നബിതങ്ങൾ വന്ന ദിവസം റസൂൽ വഫാത്തായ ദിവസം ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ് ഉള്ളിൽ ദുഃഖം ഒതുക്കിക്കോ എന്നൊരു സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യാതൊരു കുഴപ്പമില്ല, ഒരു ഈനാസാകേണ്ട ആവശ്യമില്ല. നമ്മളെ ഇമാമിങ്ങളുണ്ട് നമ്മളെ കൂടെ, നമ്മൾ അവരെയാണ് പിൻപറ്റേണ്ടത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയാസം പറയാനുള്ളതല്ല. അറിയെങ്കിൽ അറിയണത് പറയാം, അല്ലെങ്കിൽ പഠിക്കുക, പഠിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ മുണ്ടാതെ ഒരു ഭാഗത്ത് ഇരിക്കുക. അല്ലാതെ ഈ പറയുന്ന തോന്നിയാസങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞു പോകരുത്. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അല്ലാഹു അവരെ ഷെറിനെ തൊട്ട് നമ്മൾ